ഹലോ ഗൈസ്, നിങ്ങളെ പറയാൻ പറ്റുള്ള ചിരി പറഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഞാനിന്ന് 2 അമ്മമാരെയും 2 പിള്ളേരെയും കൂടി കാണാൻ പോകുന്നുണ്ട് ഗൈസ്. എൻ്റെ കോളേജിൽ പഠിച്ച 2 കൂട്ടുകാരുണ്ട്, രാഗി, വീണ. ഇവരായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ട്രിയോ ആയിരുന്നു, 3 പേരായിട്ട് എന്നുള്ള. അങ്ങനെ ഗൈസ്, നമ്മളിത് കുറേ നാൾക്ക് ശേഷം കാണാൻ പോകുന്നതാണ്. രാഗിയുടെ വീട്ടിലാട്ടോ കാണാൻ പോകുന്നത്. വീണയുടെ കുട്ടിയും കൊണ്ട് രാഗിയുടെ വീട്ടിൽ വരും ഗൈസ്. ആണ്ടിലും ആവണിയിലും അല്ല ഗൈസ്, ആണ്ടിലാണ്. ലാസ്റ്റ് എപ്പോ വന്ന ഇവിടെ? നൂലിട്ടിനാണ് ലാസ്റ്റ് ഇവിടെ കണ്ടത് ഗൈസ്. വീണ കണ്ടത് വെള്ള ചേട്ടനെ കല്യാണത്തിന്. ഇത്രയ്ക്ക് നമ്മളെ ബിഗ് ഫ്രണ്ട്സ് ആണ് ഗൈസ്. പക്ഷേ നമ്മൾ വിളിയില്ലെന്നേ ഉള്ളൂ. പാപ്പ 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 മിണ്ടൂലേ? എന്തിനാണ് ഇവിടെ പറയണത്? ചാക്കാലേ പാപ്പാ ചോ കിട്ടുന്ന ഇതിനെ പറ. ഒരു പാട്ട് പാട് പാപ്പ, ഒരു പാട്ട് പാട് മക്കള്. ഒരു പാട്ട് പാടിത്തരുവോ? ഒരു പാടിക്കോ. അങ്ങനെ ഞാൻ വന്ന വാട കയറിയത് കിച്ചണിലോട്ടാണ് ഗൈസ്. ഇടിച്ചിട്ടുണ്ട്, അടുക്കളയിലോട്ട് കയറിപ്പോയി ഗൈസ്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ, അവൾ എന്തെനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആകാംക്ഷ ഗൈസ്. നല്ല പരിപ്പും പപ്പടവും ചോറും ചിക്കൻ കറിയും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വന്ന ഉടനെ ഷാർജ കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്താ പറയുക ഗൈസ്, അവൾ ഷാർജയൊക്കെ അടിച്ചു വെക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ചോറ് കഴിച്ചിട്ട്, രാവിലെ തൊട്ടൊന്നും കഴിക്കാതായിട്ടോ ഞാൻ ഇറങ്ങി. ചോറ് കഴിച്ചിട്ട് എന്താ പറയുക, ഇതാട്ടോ വീണ ഓക്കെ. അങ്ങനെ ചോറ് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ അവൾ ചോറൊക്കെ എടുത്ത് എന്നെ പിള്ളേരെ നോക്കാൻ വേണ്ടി അവൾ ഓട്ടിച്ച് വിട്ടേനെ കേട്ടോ. അപ്പോൾ മക്കളെ ഇതാണ് ഗൈസ് രാഗിയുടെ സിറിഞ്ച്. ഹലോ ഗൈസ് പറ പാപ്പ. അപ്പോഴേ എനിക്ക് അവിയൽ വേണ്ട കേട്ടോ. എനിക്ക് വേണ്ട. ഇന്നത്തെ ഇവിടെ ഡിഷസ് കണ്ടു. പരിപ്പ്, പപ്പടം, ചിക്കൻ. അമ്മ വെച്ചിട്ട് പോയതാ? റബ്ബർ സാധനം ഉണ്ടോ അതിനകത്ത്? റബ്ബർ ഇട്ടു. ഹലോ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അതിന് കൈ മുറിഞ്ഞോക്കളെ, കൈ മുറിഞ്ഞാടി. ചോറുണ്ടല്ലേ ഡേയ് പാപ്പാ? ഇതാണ്ട് ഗൈസ്, ഇതാണ് രാഗിയുടെ കുഞ്ഞാട്ടോ. ബീന കുഞ്ഞമ്മയാണ്. ബിന്ദു കുഞ്ഞമ്മ കേട്ടോ. ബീന എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ പേരാട്ടോ. ഞാൻ അവിടെ ഉള്ള എല്ലാവരുമായിട്ട് കുറച്ച് കമ്പനിയാണ് കേട്ടോ. അമ്മാമ്മയാണ് കേട്ടോ ഇപ്പം കണ്ടത്. അങ്ങനെ അവൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഷാർജ അടിച്ചെന്ന് ഗൈസ്. ഷാർജ എല്ലാം കൊള്ളായിരുന്നു, നല്ല ഷാർജയും കുടിച്ച് വയറാണെങ്കിൽ. ഇവളാണെങ്കിൽ ചോറ് കഴിച്ച് ഉടനെ തന്നെ ഷാർജ അടിച്ചു. ഞാൻ പറഞ്ഞാൽ പോകാൻ നേരത്ത് ഷാർജ അടിച്ചാൽ മതി എന്നിട്ടോ പറഞ്ഞത്. ഇവൾ ചോറ് കഴിച്ച ഉടനെ തന്നെ ഷാർജ അടിച്ചെന്ന് ഗൈസ്. പിന്നെ രാഗിയുടെ ഹസ്ബൻഡ് വിളിച്ച് അങ്ങനെ ചേട്ടൻ്റെ കൊടുത്ത് കുറച്ച് സംസാരിച്ചു. പിന്നെ ഫുൾ കഥയടിയായിരുന്നു ഗൈസ്. ഷാർജയെ പറ്റിയുള്ള കുറ്റം പറച്ചിൽ, അവളെപ്പറ്റി ഇവളെപ്പറ്റിയെല്ലാം കുറ്റപ്പറച്ചിലായിരുന്നു ഗൈസ്. കല്യാണമില്ല വർഷക്കിപ്പം സമയമുണ്ടല്ലോ. ഇപ്പൊ 28 വയസ്സൊക്കെ ആവട്ടെ. 28 വയസ്സൊക്കെ ആവട്ടെ. അമ്മച്ചി കെട്ടാന്ന് അല്ലെങ്കിലേ ഒറ്റ ജീവിച്ചാൽ മാമ നല്ലായിരിക്കൂലേ? എന്ത് എവിടെ? അപ്പൊ വീണു പിള്ള വീട്ടെടുത്തത്. സുടിയോ ശരിയായിട്ടുണ്ട് പറ. ചെവിയിലെ പോയാ പറ. സിബ്രോണിക്സ്
സെബ്രോണിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഗൈസ്. എടി പറ, ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് ഇവർക്ക് ആരടുത്ത് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കായിരുന്നു. ആ പടങ്ങളിട്ട് ആ പടത്തിലെല്ലാം ഉണ്ട്. ഏത് പടത്തിന് സംസാരിക്കേ പ്ലെയിൻ നൈസല്ലേ? അയച്ചില്ല വാട്സപ്പില്. നീ പറ വല്ലത്. നീ നിങ്ങളെ സംസാരിക്കാൻ ഞാൻ ഫോൺ മാറ്റൂല. ഞാൻ സംസാരില്ല എന്തെങ്കിലും. ഞാൻ നിങ്ങളോട് വ്ലോഗ് എടുക്കാനാണ്. അത് മെമ്മറീസ് ആണ് ഇടതൊക്കെ. നീ ഏച്ചാണല്ലേ പറ. സൂപ്പർ ലേഡി. ഒരു ആകെ കല്യാണ ലെറ്ററാണ് കഴിച്ചത്. ഞാൻ കല്യാണത്തിനായിട്ട് കല്യാണ ലെറ്റർ ഇതിന്റെ നിന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. അതാണ് നോക്കണേ. റെഡ് റെഡാ റെഡ് വീണ സാരി. എല്ലാം ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീണ സാരി ഇടി. നീ റെഡ് ഒരു ക്രീം കളർ പാൻറ്. ഞാൻ പോവാൻ ഇറങ്ങുമ്പോ നീ ഇങ്ങനെ സാരിയല്ലേ? എന്റെ ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലേ? അവിടെ അവിടെ കാണോ? അപ്പൊ ചങ്കായിരുന്നില്ലേ അവിടെ ചക്കര? അമരനൊരു കല്യാണം. ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ നിൽക്കണ്ടേ? ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. വർഷം ഞാനും കൂടെ കല്യാണത്തിന് വന്നായിരുന്നു. ഇവള് പാർട്ടിക്കാണ് തലേ ദിവസം അവള് അടവ്. ആര്? സാനോട് ഏത് മാലയും കൂടി എനിക്ക് അറിഞ്ഞൂടെ. എന്നെ ഇത് വർഷയാണ് ഗൈസ്. നീ കാണോ എന്റെ വ്ളോഗ്? ഇല്ല, കണ്ട് ഞാൻ ലൈഫ് കുടിക്കില്ല. കൊറേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീക്ക് നീക്കി കൊണ്ടുപോകും. വീഡിയോ ഈ കൊച്ചിനെ വെച്ചിട്ട് ഫുള്ളിരുന്ന് കുത്തിയിരുന്ന് കാണാൻ തലയ്ക്ക് ടാറ്റാ. നിങ്ങള് പോണോ? ഇല്ല, പറഞ്ഞു. ഇനി എവിടെ പോണോ നിങ്ങള്? അവന് തട്ടിക്കൊണ്ടുപോട്ടാ. ഒത്തിരി ഓഫ് ചെയ്തു പോയി. വീഡിയോ കൊണ്ടാക്കാൻ പോവാ. ഫോട്ടോ ഇപ്പഴേലും കണ്ടല്ലോ. കൊച്ചിൻ തല കൈ വൈ. കൊള്ളാമോ? കൊള്ളാമോ? മുഖം പോണോ കിടത്തിന്റെ എനിക്ക് സ്വന്തം നമുക്കറിയാക്കല്ലേ. അപ്പൊ പിന്നെ കട്ട മാറി ആരാകി എവിടാ? ആരാ? കറക്റ്റ് വരാം. ചെറുക്കനെ വിളിച്ച് വരാൻ പറയടി. ഓ മൈ ഗോഡ്. ഇടയ്ക്ക് ഓടിക്കളഞ്ഞ പൂ ലിപ്സ്റ്റിക് ഇടാത്ത മോന്താ. ഞാൻ ഇന്നിവിടെ സ്റ്റേ അടിച്ചു. ഓ ഭയങ്കര കാറ്റും മഴയാണ് ഗൈസ്. കാറ്റുമേലഞ്ചാറ് അപ്പം ചൂടുന്ന് കാണാൻ പോവാമോ നമുക്ക്? ദോശ എന്തരടി ഇത് എവിടെ നിന്ന് കിട്ടിയതാ?
എനിക്ക് ഒരുപാട് മധുരം കഴിച്ച മത്താവോടി. എനിക്കിപ്പോ ഞാൻ ഒരു പകുതി ലഡു കൂടെ കഴിച്ചിട്ട് ദോശ ദോശ ചിക്കൻ എങ്ങനെ എത്ര തിക്കായിട്ട് വെച്ചിടാൻ പറ്റുന്ന ഞാൻ കട്ടിക്ക് ചെറുതോടി. ഇത് എങ്ങനെ ഇത്ര തിക്കായിട്ട് ചൂടാൻ പറ്റണെന്ന് വെച്ചിട്ട് ചോറ് പറ്റോ നെയ്യ് ഒഴിച്ചടി പിടിച്ചോ നെയ്യ് ചെടി അമ്മയെ പോലെ തോന്നണോ? എനിക്ക് വേണം എന്ത് പറഞ്ഞില്ല തിരിച്ചിരുന്നോടി. ഞങ്ങളുടെ വർഷക്കുട്ടിയുടെ കൂടെ ദോശ ഉണ്ടാക്കുകയാണ്. അതായത് ഞങ്ങളുടെ വർഷ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായാണ് വരുന്നത്. ഇതില്ലേ രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി നമ്മൾ കിടന്നുറങ്ങും. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് രണ്ടുപേരെയും കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഗൈസ്. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ വീണ ഓൾറെഡി 4 മണിക്ക് പോയി. അപ്പം ഞാൻ പോകാമെന്നും പറഞ്ഞ് നിന്നപ്പം നല്ല മഴയായിരുന്നു. അപ്പോൾ രാഖി പറഞ്ഞടി കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി, കുറേ നാളത്തെ കൃഷ്ണൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ എന്താ പറയാനാ, ഞാൻ ഒരു 6 മണിവരെയൊക്കെ വിടുന്നപ്പോൾ ഇരുന്നപ്പോഴേ നല്ല ഉറക്കമാണ്. വണ്ടി ഓട്ടിക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഉറങ്ങിയില്ല, വർത്താനം പറഞ്ഞ് ഇരുന്ന് പോയി. ഇവിടെ നോക്കിയപ്പോൾ നല്ല മഴയും കാര്യം. പിന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞ് ഇവിളൊന്നും വരാനില്ല, നാളെ വരാം, നാളെ പോകണം. 9:30 ഫുഡെല്ലാം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോയിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ.